സ്കെച്ചപ്പ് വെച്ച് വളരെ സിമ്പിളായ ഒരു 3 ഷട്ടേഡ് വിൻഡോ മോഡൽ ചെയ്തെടുത്താലോ? സ്കെച്ചപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. യൂണിറ്റ്സ് ആൾറെഡി സെറ്റ് ചെയ്ത ഡീഫോൾട്ടായി കുറച്ച് ടെംപ്ലേറ്റ്സ് ഇവിടെ കാണാം. ഞാനിപ്പോൾ സെൻറ്റിമീറ്റർ യൂണിറ്റ് ഉള്ള ടെംപ്ലേറ്റ് ആണ് സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ സ്കെച്ചപ്പിൻ്റെ മെയിൻ ഇൻ്റർഫേസ് കാണിക്കും. ഇതാണ് നമ്മുടെ വർക്ക് സ്പേസ്. ആദ്യം തന്നെ Ctrl+S എൻ്റർ ചെയ്ത് ഈ ഫയൽ സേവ് ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ സൈഡിലായിട്ട് കുറച്ച് ഡ്രോയിങ് ആൻഡ് മോഡിഫൈ ടൂൾസ് കാണാം. ആദ്യം തന്നെ വിൻഡോയുടെ ഫ്രെയിമാണ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്ത് ഫസ്റ്റ് കോർണർ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുമ്പോൾ താഴെ ഡയമെൻഷൻസിൽ 50,150 എന്ന് ടൈപ്പ് ചെയ്ത് കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്യുക. ഒരു റെക്റ്റാങ്കുലർ പ്ലെയിൻ ക്രിയേറ്റ് ആകും. ഇനി ഓഫ്സെറ്റ് ടൂൾ എടുത്ത് ഈ പ്ലെയിനിൻ്റെ എഡ്ജിൽ മൗസ് കൊണ്ടുവച്ച് ഡ്രാഗ് ചെയ്ത് ഫ്രെയിം തിക്നെസ് എത്രയാണോ കൊടുക്കുന്നത് അത് കീബോർഡിൽ ടൈപ്പ് ചെയ്ത് എൻ്റർ. ഞാൻ കൊടുക്കുന്നത് 7.5 സെൻറ്റിമീറ്റർ ആണ്. ഇപ്പോൾ ഈ പ്ലെയിനിൻ്റെ അകത്ത് ഒരു റെക്റ്റാങ്കിൾ കൂടി വന്നിട്ടുണ്ട് അല്ലേ? ഇനി ഈ റെക്റ്റാങ്കിളിൻ്റെ സൈഡ് എഡ്ജ് സെലക്ട് ചെയ്ത് മൂവ് ടൂൾ സെലക്ട് ചെയ്യുക. കീബോർഡിൽ Ctrl പ്രസ് ചെയ്ത് എഡ്ജിൻ്റെ സെൻറ്ററിൽ പിടിച്ച് മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു ലൈനിൻ്റെ കോപ്പി ക്രിയേറ്റ് ആകും. കീബോർഡിൽ 40 എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. ഇതാണ് ഷട്ടർ വിഡ്ത്തായി കൊടുക്കുന്നത്. ഇത് സോൾവ് ചെയ്ത ഇക്വേഷൻ ഇവിടെ സൈഡിൽ കാണിക്കാം. ഇനി ക്രിയേറ്റ് ആയ ലൈൻ സെലക്ട് ചെയ്ത് മൂവ് ടൂൾ എടുത്ത് 7.5 സെൻറ്റിമീറ്റർ കൊടുത്ത് കോപ്പി ചെയ്യുക. വീണ്ടും ഒരു 40 സെൻറ്റിമീറ്റർ, അങ്ങനെ ആൾട്ടർനേറ്റ് ആയിട്ട് ഡയമെൻഷൻസ് കൊടുത്ത് ഒരു ഔട്ട്ലൈൻ ക്രിയേറ്റ് ചെയ്യുക. ഇറേസ് ടൂൾ എടുത്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള എഡ്ജസ് ആൻഡ് ലൈൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കാം. ഇനി ഈ ഷട്ടർ സ്പേസസ് എല്ലാം Ctrl പ്രസ് ചെയ്ത് സെലക്ട് ആക്കി കീബോർഡിൽ ഡിലീറ്റ് എന്ന് കൊടുക്കാം. ഇപ്പോൾ ഫ്രെയിമിന് വേണ്ട ഒരു ഫേസ് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അപ്ലൈ ചെയ്യാൻ പോണത് സ്കെച്ചപ്പിലെ ഏറ്റവും കൂടുതലായി യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് പുഷ് ഓർ പുൾ ടൂൾ. ഇതൊരു 2D ഫേസിനെ 3D ഒബ്ജക്റ്റാക്കി മാറ്റാനുള്ള ടൂളാണ്. അത് വെച്ച് ഏത് ഫേസാണോ എക്സ്ട്രൂഡ് ചെയ്യേണ്ടത് അവിടെ മൗസ് പോയിൻ്റ് കൊണ്ടുവച്ച് ക്ലിക്ക് ചെയ്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഒക്കെ മൗസ് മൂവ് ചെയ്യുക. അപ്പോൾ ഇത് പുഷ് അല്ലെങ്കിൽ പുള്ളായി മാറും. മൗസ് ഫ്രണ്ടിലേക്ക് വലിച്ചു ഫ്രെയിം തിക്നെസ് എൻ്റർ ചെയ്യുക. ഒരു 10 സെൻറ്റിമീറ്റർ ടൈപ്പ് ചെയ്തു, എൻ്റർ. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫ്രെയിമിനെ ഗ്രൂപ്പാക്കി മാറ്റണം. നമ്മൾ ചെയ്യുന്ന ഓരോ ഒബ്ജക്റ്റും ഗ്രൂപ്പാക്കി കൊടുത്താൽ ഒബ്ജക്ട്സ് തമ്മിൽ ജോയിൻ ആകാതെ സെപ്പറേറ്റ് ആയി കിടക്കും. അങ്ങനെ ചെയ്യുന്നത് എന്തിനെന്ന് സ്കെച്ചപ്പ് കണ്ടിന്യൂസ് ആയി യൂസ് ചെയ്യുമ്പോൾ മനസ്സിലാകും. അതിനുവേണ്ടി ഈ ഫേസിൽ വന്ന് 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് മൊത്തം സെലക്ട് ചെയ്ത് മൗസിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓപ്ഷൻസിൽ മേക്ക് ഗ്രൂപ്പ് എന്നുണ്ടാകും. അത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇതൊരു ഗ്രൂപ്പായി. അങ്ങനെ വിൻഡോ ഫ്രെയിം ക്രിയേറ്റ് ആയതിനു ശേഷം അടുത്തത് വിൻഡോ റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അതിന് ടേപ്പ് മെഷർ ടൂൾ എടുത്ത് ഗൈഡ് ലൈൻസ് ഉണ്ടാക്കിയെടുക്കുക. മുകളിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ, 10 സെൻറ്റിമീറ്റർ, പിന്നെ സൈഡിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. സർക്കിൾ ടൂൾ എടുത്ത് സെൻറ്ററിൽ 1 സെൻറ്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരയ്ക്കുക. ഈ സർക്കിളിനെ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് മൗസിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് മേക്ക് കമ്പോണൻറ്റ് സെലക്ട് ചെയ്യുക. ഗ്രൂപ്പ് പോലെ തന്നെയാണ് കമ്പോണൻറ്റ്, പക്ഷേ ചെറിയൊരു വ്യത്യാസം മാത്രം. അതെന്താണെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ശേഷം മൂവ് ടൂൾ സെലക്ട് ആക്കി കോപ്പി ചെയ്യുമ്പോൾ ഡിസ്റ്റൻസ് ആയി കൊടുക്കേണ്ടത് നെക്സ്റ്റ് ഗൈഡ് ലൈൻ ആണ്. ശേഷം മെഷർമെൻറ്റ് ബോക്സിനകത്ത് 25x എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ 25 കോപ്പീസ് ഉണ്ടായി വരും. വിൻഡോയുടെ ഹൈറ്റിനനുസരിച്ച് ഈ നമ്പർ മാറുന്നതായിരിക്കും. സർക്കിളിൽ ഒന്നിൽ വന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പ് ഓപ്പൺ ആക്കി പുഷ് ഓർ പുൾ ടൂൾ എടുത്ത് ഫേസിൽ വന്ന് ഡ്രാഗ് ചെയ്യുമ്പോൾ സർക്കിളിൻ്റെ കോപ്പീസ് എല്ലാം തന്നെ ഒരുമിച്ച് റെയിൽസ് ആയി മാറും. മെറ്റീരിയൽ ലൈബ്രറിയിൽ വന്നാൽ മെറ്റീരിയൽസ് ഒരുമിച്ച് അപ്ലൈ ചെയ്യാം. ശേഷം റെയിൽസ് എല്ലാം ഒരു ഗ്രൂപ്പാക്കി വെക്കുക. ഇനി ഉണ്ടാക്കേണ്ടത് വിൻഡോ ഷട്ടറാണ്. ഷട്ടറിനായി കൊടുത്ത സ്പേസിൽ ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കുക. 5 സെൻറ്റിമീറ്റർ അകത്തേക്ക് ഓഫ്സെറ്റ് ചെയ്യാം. ശേഷം സ്പെഷ്യൽ ഡിസൈൻസ് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുക്കാം. വിൻഡോ ഗ്ലാസ് അപ്ലൈ ചെയ്യാനായി പുഷ് ഓർ പുൾ ടൂൾ സെലക്ട് ചെയ്ത് 1 സെൻറ്റിമീറ്റർ ഇൻട്രൂഡ് ചെയ്താൽ മതി. മെറ്റീരിയൽസ് അപ്ലൈ ചെയ്ത് ഗ്ലാസ് എഫക്റ്റ് കൊടുക്കാം. ഈ ഷട്ടർ 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് മേക്ക് ഗ്രൂപ്പ് ആക്കി ഒരു കോർണർ സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാം. അങ്ങനെ സിമ്പിളായ വിൻഡോ റെഡിയായി. ഇനി ഇതെല്ലാം സെലക്ട് ചെയ്ത് ഗ്രൂപ്പ് ആക്കാം. ഇങ്ങനെ പല ഡയമെൻഷൻസിലുള്ള വിൻഡോസ് ക്രിയേറ്റ് ചെയ്ത് സേവ് ചെയ്ത് വെച്ചാൽ വലിയ പ്രൊജക്ട്സ് ഒക്കെ കുറച്ച് ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാം. സെലക്ട് ചെയ്ത് Ctrl+C പ്രസ് ചെയ്ത് ഏത് ഫയലിലേക്കാണോ അപ്ലൈ ചെയ്യേണ്ടത് ആ ഫയൽ ഓപ്പൺ ആക്കിയതിന് ശേഷം Ctrl+V കൊടുത്താൽ സംഭവം റെഡിയായി. ഇതുപോലുള്ള വീഡിയോസ് തുടർന്നും കാണാൻ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.